എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് ഇങ്ങോട്ട് വിശേഷങ്ങൾ? ഇന്ന് ബറാത്തിരാവൊക്കെ അല്ലേ, എല്ലാവരും എന്തൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി? ഞാനിന്ന് ചക്കരച്ചോറാട്ടോ ഉണ്ടാക്കിയത്. കുറച്ച് ദിവസമായി ഇങ്ങനെ ചക്കരച്ചോറ് കഴിക്കണം കഴിക്കണം എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പൂതിയായിരുന്നു കേട്ടോ. ചെറുപ്പത്തിലൊക്കെ എന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഇതൊന്ന് കഴിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചക്കരച്ചോറ് ഉണ്ടാക്കിക്കണേ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കി എന്നുള്ളത് എനിക്ക് അറിയൊന്നുമില്ല, ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇതാ പച്ചരിയൊക്കെ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് പച്ചരി ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ മൂടിക്കണ വിധത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിൽ ഒരൊറ്റ വിസിൽ അടുപ്പിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒറ്റ വിസിൽ തന്നെ അത്യാവശ്യം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഇങ്ങനെ പായസം പോലെ അങ്ങനെ വേവേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് പച്ചരിയല്ല, പെട്ടെന്ന് വെന്ത് കിട്ടില്ല. നമ്മൾ ബിരിയാണി അരിയൊക്കെ പോലെ തന്നെ പച്ചരി പെട്ടെന്ന് വെന്ത് കിട്ടണോണ്ട് തന്നെ ഒറ്റ വിസിലടിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്തേക്കാണ്. അപ്പോൾ അതാ കുറച്ച് ഒരു കപ്പോളം ശർക്കര ഇതേപോലെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും വെച്ച് കിട്ടാം. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ അടിച്ച് അരിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് വേവായി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം കൂടുതലും ഇല്ല കുറവില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അരിയൊക്കെ ഇതാ കണ്ടില്ല, ആവശ്യത്തിന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ശർക്കര പാനിയാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ട് അരിച്ചിട്ടാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മളെ ചക്കരച്ചോറ് കഴിക്കുമ്പോൾ ഇതേപോലെ കല്ലും മണ്ണൊക്കെ ഇങ്ങനെ കടിച്ചാൽ ആ ടേസ്റ്റ് കണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ശർക്കര പാനിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നല്ല രീതിയിൽ തന്നെ ഈ ശർക്കരപ്പാനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അരിയിൽ നല്ല രീതിക്ക് തന്നെ ശർക്കരപ്പാനി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനിയിൽ അരി വേവിച്ചാൽ അരി ശരിക്കും വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ അരി വേവിച്ചെടുത്തിട്ടാ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഒക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങ കൂടുതലാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കാരം. ഇനിയിപ്പോൾ തേങ്ങ ഇടാതെ നമ്മൾ തേങ്ങാക്കൊത്ത് നെയ്യിൽ മൂപ്പിച്ചിട്ട് അങ്ങനെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാവും. ഞാൻ അത് തേങ്ങ ചിരണ്ടി ഇട്ടതിന് ശേഷം കേട്ടോ ഞാൻ ആലോചിച്ച് അതേപോലെ ഇട്ടാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും തേങ്ങ ഒക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കിട്ടുക. നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാട്ടോ അത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അരിയൊക്കെ പാകത്തിന് വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതേപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കിസ്മിസ് ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം. ഇവിടെ ആർക്കും അതിൻ്റെ ടേസ്റ്റ് പറ്റാത്തതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ആ നെയ്യിൽ മൂപ്പിച്ച അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്കരച്ചോറ് റെഡി ആയിട്ടാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബറാത്ത് സ്പെഷ്യലായിട്ടത്. അപ്പോൾ ഈ ചക്കരച്ചോറ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കഴിച്ചിക്കണമെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ മക്കളൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ മുന്നിനോടൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചക്കരച്ചോറ് എന്താണെന്ന് തന്നെ അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ.